അനീഷിനെ കോണ്ടാക്ട് ഉണ്ടോ നല്ല രീതിയിലുണ്ട്. മീൻസ് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. മിക്ക ദിവസവും വിളിക്കും, സംസാരിക്കും. ഞാൻ ഒരു ദിവസം വീട്ടിലോട്ട് എന്നോട് പറഞ്ഞ ചേച്ചി ഒന്ന് വീട്ടിലെടുത്തിട്ടാണ് ഞാൻ വീട്ടിലോട്ട് വരാം. ഒരു ദിവസം ഞാൻ വീട്ടിലോട്ട് രണ്ടുപേരെ ക്ഷണിച്ചിട്ടുണ്ട്. 10 ദിവസത്തെ പോകുന്ന വലിയ കാര്യമാണ് എന്റെ ഫാമിലിക്ക്. നിന്റെ അടിയിൽ എന്താ ചെകുത്താനാന്ന് പറയാനല്ലേ അലാകെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്റെ അടി ഇപ്പോഴോ അതുകൊണ്ട് യൂസ്ഫുൾ ആയത് രേണുവിനാന്ന് എല്ലാരും പറയുന്നുണ്ട്. എല്ലാരും പറയുന്നത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും. അനീഷിനാണ് ഇപ്പൊ ഞാൻ ഇന്നലെ ഞങ്ങൾ നല്ല കൂട്ടാണ്. ഇന്നലെ ഞാൻ അവനെ വിളിച്ച വർക്കിലാണ്. പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ കാണുമല്ലോ താരങ്ങളൊക്കെ ഓരോരോ വർക്കിലാണ്. അവർക്ക് കിട്ടേണ്ട വർക്ക് അവർക്ക് കിട്ടും. രേണുസുതിക്ക് കിട്ടേണ്ട വർക്ക് രേണുസുതിക്ക് കിട്ടും. അനീഷിനെ കോണ്ടാക്ട് ഉണ്ടോ നല്ല രീതിയിലുണ്ട്. മീൻസ് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. മിക്ക ദിവസവും വിളിക്കും, സംസാരിക്കും. ആദിലനൂറയുടെ ബർത്ത്ഡേ വിളിച്ചായിരുന്നു. ഞാനൊന്ന് ഷൂട്ടിലും തിരക്കിലായിരുന്നു. എന്നെ ഇടയ്ക്ക് ആദില വിളിച്ചു, നൂറേയും വിളിച്ചു. ഭയങ്കര സ്നേഹം, അവർക്ക് നല്ല സ്നേഹമാണ്. ഞാൻ ഒരു ദിവസം വീട്ടിലോട്ട് എന്നോട് പറഞ്ഞ ചേച്ചി ഒന്ന് വീട്ടിലെടുത്തിട്ടാണ് ഞാൻ വീട്ടിലോട്ട് വരാം. ഒരു ദിവസം ഞാൻ വീട്ടിലോട്ട് രണ്ടുപേരെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം അവർക്ക് വരാൻ ഭയങ്കര സന്തോഷമാണ്. അപ്പം എനിക്ക് ഞാൻ വീട്ടിൽ നിൽക്കുന്നില്ല, ഓട്ടമല്ലേ. ഞാനൊന്ന് ഫ്രീ ആയ ഉടനെ അവരെ കൊണ്ടുപോയി. ചേച്ചിയുടെ റോസസ് സ്കൂളിന്റെ ഇനോഗ്രേഷൻ നിങ്ങൾ കണ്ടു കാണും. വസീകരെയൊക്കെ അപ്പം ദുബായിൽ വീണ്ടും ഒരു 4 ദിവസത്തേക്ക് പോയി. അവിടെ നേരെ പാക്കിനോട് ഭയങ്കര ഹാപ്പിയാണ്. റോസിന് ശേഷം അവിടെ സ്വപ്നം കാണുന്നതാണ് ദുബായ്. അപ്പം പുള്ളിൽ എന്താണ് സ്വപ്നം കണ്ടത്, അവിടേക്ക് പോകാൻ സാധിച്ചു. ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന ആളല്ലെങ്കിൽ പോലും ഞാൻ സത്യം പറഞ്ഞ ദുബായിലൊക്കെ റൂമിൽ കിടന്നുറങ്ങുമ്പോൾ എന്റെ വിചാരം അവിടുത്തെ റൂമിലാണ് ഞാൻ എന്നാണ്. കാരണം ഇച്ചൊക്കെ മറ്റേ ഓരോരുത്തർക്ക് ഓരോ സ്ഥലമൊക്കെ കാണാൻ പോയിട്ട് വിളിക്കും. പക്ഷെ ഞാൻ അവിടെ കിടന്നു ഏതൊക്കെ പ്രമോഷൻ ഉണ്ടെങ്കിൽ പോകും. അങ്ങനെ ഒരാളാണ്, എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ്. ഫ്ലൈറ്റ് കയറാൻ പേടിയാ, ഇപ്പം അറിയല്ല. ഇപ്പോഴും ഉണ്ട്, ഇങ്ങോട്ട് വരുമ്പോഴും ഉണ്ട്. കിടന്നുറങ്ങണം. ഫ്ലൈറ്റ് വീട് പോലാന്നൊക്കെ എല്ലാവരും പറയുന്നില്ല. എനിക്ക് കിടന്നു പിന്നെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്നെ സംബന്ധിച്ചത് വലിയ കാര്യം തന്നെയാണ് ദുബായ്. കാരണം ഞാൻ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഞാനൊരു സെലിബ്രിറ്റി ആയിട്ട് എന്നെ കൊണ്ടുപോയതാണല്ലോ. അപ്പൊ എനിക്കത് വലിയ കാര്യം തന്നെയാണ്. അതെന്റെ ലൈഫിലെ വലിയ കാര്യം തന്നെയാണ്. വലിയ ആൾക്കാർക്ക് അതൊന്നും തോന്നത്തില്ല. ഞാനൊരു സാധാരണക്കാരി തന്നെയാണ്. ഇന്നും എന്നും എപ്പോഴും ഞാൻ സാധാരണക്കാരി തന്നെയാണ്. സോ എന്നെ ഒരു സാധാരണക്കാരിയെ സംബന്ധിച്ച് ദുബായിലൊക്കെ ഒരു 15 ദിവസം 4 ദിവസം അല്ലെങ്കിൽ 10 ദിവസം പോകുന്ന വലിയ കാര്യമാണ് എന്റെ ഫാമിലിക്ക്. സോ എന്നെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെ, മറ്റുള്ളവരുടെ വലിയ കാര്യം. ആ വീട് വേണ്ട രേണുസുതിക്ക്, അടുത്ത പുതിയ വീട്ടിലേക്ക് മാറുവാനൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ മാറത്തില്ല. ഞാൻ അവിടെ സുതിയിലേക്ക് തന്നെ ഇപ്പോഴും കാണും. അത് കുറച്ച് കഴിയട്ടെ. ഇപ്പോഴും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ അവിടെ താമസിക്കാൻ ഞാൻ അവിടെ നിൽക്കുന്നില്ലല്ലോ, ഓട്ടമല്ലേ. 2 ദിവസം വല്ലതും പോയി നിന്ന് 2 ദിവസം നിൽക്കുന്നില്ല. ഒന്ന് ഉറങ്ങി എഴുന്നിട്ട് പിന്നെ അടുത്ത ഷൂട്ടിനൊക്കെ പോകും. എല്ലാവരും നല്ല രീതിയിലാണല്ലോ നമ്മളെ മേക്കപ്പ് ചെയ്യുന്നത്. അല്ലേ, ആരെയും ഒന്നും നമ്മൾ ആരെയും അങ്ങനെ ഇങ്ങനെ മോശമോ അല്ലെങ്കിൽ ഒന്നും പറയുന്നത്, എല്ലാവരും നല്ല രീതിയിലാണ് മേക്കപ്പ്. ഇപ്പം ഇവിടെ വന്നപ്പം ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ സിമ്പിൾ മേക്കപ്പ് നല്ല രീതി നല്ല. കാരണം മനസ്സ് തുറന്നാണ് ഞാൻ പറഞ്ഞത്. നല്ലതായിട്ട് എന്താ പറയാ, സിമ്പിൾ മേക്കപ്പിലും ഒരുപാട് ഓവർ ഒന്നും ആക്കിയിട്ടില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒത്തിരി സന്തോഷം. നിന്റെ അടിയിൽ എന്താ ചെകുത്താനാന്ന് പറയാനല്ലേ എനിക്കറിയാം. അലാകെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്റെ അടി ഇപ്പോഴോ മാലാക അവിടെ ചെകുത്താനാന്ന് പറയാം. എന്റെ അടി വരും മാലാകയല്ല അവിടെ ചെകുത്താനാന്ന്. സ്ഥിരം കമന്റ് ഇടുന്നവരുണ്ട്. സ്ഥിരം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. എന്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ തിരിച്ച് നല്ല കൊടുക്കും. എനിക്ക് നല്ല മൂഡിലിരിക്കുവാണെങ്കിൽ ആ കമന്റ് കണ്ടു കഴിഞ്ഞല്ലേ തിരിച്ച് നല്ല കൊടുക്കുന്നുണ്ട് ഞാൻ. കാരണം സ്ഥിരം പ്രൊഫൈലാണ്. പിന്നെ അത് സത്യമായിട്ട്. കാരണം വിവരവും വിദ്യാഭ്യാസവും നല്ല മനസ്സുള്ളവരും മാത്രമാണ് രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ നോക്കിയിട്ട് വിവരം, വിദ്യാഭ്യാസം, എന്താ പറയാ, ബുദ്ധി, വിവേകം ഇതൊക്കെ ഉള്ളവര് രേണുസുതിയെ നല്ല സപ്പോർട്ടാണ്. ഈ നെഗറ്റീവ് പറയുന്ന കുറെ ഊളകളും, വിവരവും ഇല്ല വിദ്യാഭ്യാസവും ഇല്ല, കുറെ ഊളകളുണ്ട്. അവരുടെ ഒന്നും എനിക്ക് ആവശ്യവും ഇല്ല. കുറച്ച് നല്ല ആൾക്കാരുടെ സപ്പോർട്ട് മാത്രം മതി രേണുസുതിക്ക് ഇങ്ങനെ വളരാൻ. ഇവരെ പോലെയൊക്കെ ഉള്ള ഒരുപാട് നല്ല